നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഉയർപ്പിന്റെ പ്രത്യാശയിൽ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷത്തിൽ. പീഠാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും നടന്നു. 50 ദിവസം നീണ്ട നോമ്പ് പൂർത്തിയാക്കി വിശ്വാസികൾ ലോകരക്ഷകന്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷമാക്കുകയാണ്. മാനവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം ബലിയായ ദൈവപുത്രന്റെ ഉത്ഥാനത്തിന് മുന്നോടിയായി ശനിയാഴ്ച ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കാൽവരി മലയിലെ കുരിശിൽ മരിച്ച ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ അനുസ്മരണമായാണ് ലോകമെങ്ങുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. പ്രത്യാശയുടെ സന്ദേശവുമായാണ് ഓരോ ഈസ്റ്റർ കാലവും എത്തുന്നത്. എത്ര ദുരിതത്തിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നുപോയാലും അതിനെല്ലാം ശുഭകരമായ ഒരു ഉയിർപ്പുണ്ടെന്ന വിശ്വാസം കൂടിയാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്നത്. ക്രിസ്തു മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ലോകത്തിനുള്ള രക്ഷ പ്രദാനം ചെയ്തു എന്നാണ് ഈസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ക്രൈസ്തവരുടെ വിശ്വാസം. മകന്റെ വിയോഗം താങ്ങാനാകാതെ അമ്മയും യാത്രയായി. വേലൂർ പുലിയന്നൂർ മാടശ്ശേരി കിഴക്കൂട്ട് ശരത്തിന്റെ മാതാവ് ശോഭനയാണ് ഞായറാഴ്ച രാവിലെ മരിച്ചത്. ഇവരുടെ മകൻ അപ്പു എന്ന് വിളിക്കുന്ന 26 വയസ്സുള്ള ശരത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൃദയാഘാതം സംഭവിച്ച് മരിച്ചിരുന്നു. കേച്ചേരിയിലുള്ള കൊറിയർ സർവീസിലെ ജീവനക്കാരനായിരുന്നു ശരത്ത്. ജോലി സംബന്ധമായി ബാങ്കിലേക്ക് പോകുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ശനിയാഴ്ച മകന്റെ സംസ്കാര ചടങ്ങിലാണ് ശോഭന കുഴഞ്ഞു വീണത്. മകന്റെ മരണത്തെ തുടർന്നുള്ള ആഘാതത്തിൽ മസ്തിഷ്കാഘാതം സംഭവിക്കുകയായിരുന്നു. അബോധാവസ്ഥയിലായ ശോഭന തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെ മരണത്തിന് കീഴടങ്ങി. ഇവരുടെ ഭർത്താവ് ശശീധരൻ നായരും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു. മകൾ ശരണ്യ തനിച്ചായിരിക്കുകയാണ്. മകന്റെയും അമ്മയുടെയും വിയോഗം അതിയായ ദുഃഖമാണ് നാട്ടുകാരിലുണ്ടാക്കിയത്. ജലവിതരണ പൈപ്പ് പൊട്ടി ആഴ്ചകൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്തിയില്ല. അക്കിക്കാവ് കമ്പിപ്പാലം ചേന്നപുരം റോഡിൽ ക്ഷേത്രത്തിന് പുറകുവശത്താണ് അധികൃതരുടെ അനാസ്ഥയിൽ കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. റോഡിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ശുദ്ധജലം പാഴാക്കാതെ ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചൊവ്വന്നൂർ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി KR രബിനെ കോൺഗ്രസ് അനുഭാവികളും ലഹരിക്ക് അടിമകളുമായ ഗുണ്ടകൾ വീട്ടിൽ വന്ന് വധഭീഷണി മുഴക്കിയതിൽ പ്രതിഷേധിച്ച് CPIM കല്ലഴിക്കുന്ന് സെന്ററിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം NS സുമേഷ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A സജി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KK സതീശൻ, MV പ്രശാന്ത്, ബ്രാഞ്ച് സെക്രട്ടറി KR രബിൻ എന്നിവർ സംസാരിച്ചു. പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഏപ്രിൽ 26, 27, 28 തീയതികളിലാണ് വിശുദ്ധരായ ഔസേപിതാവിന്റെയും സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. ഈസ്റ്റർ ദിനത്തിലെ തിരുകർമ്മങ്ങൾക്കു ശേഷം തിരുനാളാഘോഷത്തിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ചുള്ള സപ്ലിമെന്റിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനത്തിനും കൊടിയേറ്റത്തിനും കൈക്കാരന്മാരായ VT ബാബു, ജിൻഡോ തരകൻ, ജനറൽ കൺവീനർ TD ഡെൽവിൻ, പബ്ലിസിറ്റി കൺവീനർ PV റാഫി എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 21 മുതൽ തിരുനാൾ വരെ ദിവസവും വൈകിട്ട് തിരുനാൾ നവനാൾ കുർബാനയും ലതീഞ്ഞും നൊവേനയും നടക്കും. തിരുനാൾ ദിനമായ 27 ഞായറാഴ്ച രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പുല്ലഴി സെന്റ് ജോസഫ് ഹോം ഡയറക്ടർ ഫാദർ രാജു അക്കര മുഖ്യകാർമ്മികനാകും. അവിണിശ്ശേരി ഇടവക വികാരി ഫാദർ ലിജോ ചാലിശ്ശേരി തിരുനാൾ സന്ദേശം നൽകും. വരടിയം ജീവാലയ ഡയറക്ടർ ഫാദർ ഷെൽബിൻ മാണിക്കത്താൻ സഹകാർമ്മികനാകും. തുടർന്ന് വൈകിട്ട് 6 മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും 7 മണിക്ക് ഗാനമേള വിത്ത് ഫ്യൂഷനും ഉണ്ടായിരിക്കും. ലഹരിക്കെതിരായി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ജില്ലാ സെഷൻസ് ജഡ്ജ് KN പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മേജർ KP ജോസഫ് കിക്ക് ഓഫ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MM സലീം, സബ് കമ്മിറ്റി ചെയർമാൻ KA ഫരീദ് അലി, കൺവീനർ അക്ബർ അലി വെള്ളറക്കാട്, ഇടം സെക്രട്ടറി KP ജയൻ, K വിജയൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള യൂത്ത് ഫ്രണ്ട് M കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KM മാണി കർഷക സമൃദ്ധി പദ്ധതി പച്ചക്കറി വിളവെടുപ്പ് നടത്തി. യുവ കർഷകൻ ബജീഷിന്റെ നേതൃത്വത്തിലാണ് കിടങ്ങൂർ പാടശേഖരത്തിലെ 2 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് M സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ നിർവഹിച്ചു. KB ബജീഷ് അധ്യക്ഷത വഹിച്ചു. സാംസൺ ചിരിയങ്കണ്ടത്ത്, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ജോഷുവ രാജു, VK സുമൻ, PS റെജി, MV വിൽസൺ, യേശുദാസ് ചുങ്കത്ത് എന്നിവർ സംസാരിച്ചു. കർഷകരായ ബാലകൃഷ്ണൻ, സുബ്രഹ്മണ്യൻ, ബാലകൃഷ്ണൻ കുഴിപ്പറമ്പിൽ രവി എന്നിവർ സന്നിഹിതരായിരുന്നു.
ഈസ്റ്ററിനോടനുബന്ധിച്ച് വിവിധ പള്ളികളിൽ പുലർച്ചെ വരെ നീണ്ട പ്രാർത്ഥനാ ശുശ്രൂഷകളും ഈസ്റ്റർ തിരുകർമ്മങ്ങളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഉയിർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾ വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ജോസഫ് ജോർജ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്നു. ഉയിർപ്പ് പ്രഖ്യാപനത്തിനും പ്രദക്ഷിണത്തിലും സ്ലീബ വന്ദനവ് ശുശ്രൂഷയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇടവക ട്രസ്റ്റി ഷാജു PV, ഇടവക സെക്രട്ടറി ബിനു, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മെയിൻ റോഡ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ചു. ഉയിർപ്പ് പ്രഖ്യാപനവും ഉയിർപ്പിന്റെ പ്രത്യേക ശുശ്രൂഷകളും തുടർന്ന് പള്ളിക്കു ചുറ്റും പ്രദക്ഷിണവും വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. വികാരി ഫാദർ മാത്യൂസ് കെ ബർസൗമ, ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പ എന്നിവർ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പള്ളി സെക്രട്ടറി CK ബാബു, കൈക്കാരൻ TI ഉല്ലാസ് എന്നിവരടങ്ങുന്ന കമ്മിറ്റി ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിൽ സഹവികാരി ഫാദർ സജയ് ജോസും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഉയിർപ്പിന്റെ പ്രത്യേക ശുശ്രൂഷയും സ്ലീബാഘോഷവും പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. പള്ളിയിൽ വന്ന എല്ലാ വിശ്വാസികൾക്കും ഈസ്റ്റർ എഗ് നൽകി. തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. സഹവികാരി ഫാദർ സജയ് ജോസ്, കൈക്കാരൻ അരുൺ വിജോയ്, സെക്രട്ടറി സിഞ്ചു സജിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഈസ്റ്റർ കുർബാനയ്ക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികത്വം വഹിച്ചു. പള്ളിക്കു സമീപത്തെ ജോർജിയൻ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച വിശുദ്ധ കുർബാന ഉയിർപ്പിന്റെ ശുശ്രൂഷകൾക്കു ശേഷം പള്ളിയിലെത്തി ദിവ്യബലിയോടെ സമാപിച്ചു. CLC അംഗങ്ങൾ ഒരുക്കിയ ഈസ്റ്റർ എഗ് വിതരണം ചെയ്തു. കൈക്കാരന്മാരായ വർഗീസ് നിലങ്കാവിൽ, ഫ്രാൻസിസ് ചൊവ്വലൂർ, ഔസേപ്പ് മണ്ടുമ്പാൽ എന്നിവർ നേതൃത്വം നൽകി. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ദിവ്യബലിക്കും മറ്റ് തിരുകർമ്മങ്ങൾക്കും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സെന്റ് ഫ്രാൻസിസ് ആശ്രമം സുപ്പീരിയർ ഫാദർ അഗസ്റ്റിൻ TOR, സെന്റ് ഫ്രാൻസിസ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ മാനുവൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻ പാണേങ്ങാടൻ എന്നിവർ സന്നിഹിതരായിരുന്നു. യൂത്ത് CLC പാലയൂർ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരം ഒരുക്കി. പ്രദക്ഷിണവുമുണ്ടായിരുന്നു. തിരുകർമ്മങ്ങൾക്ക് ശേഷം 50 നോമ്പിന്റെ സമാപനം കുറിച്ച് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ചാക്കോ പുലിക്കൂട്ടിൽ, PA ഹൈസൺ, സേവ്യർ വാഗയിൽ, റവറൻ സിസ്റ്റർ ടെസ്ലിൻ SIBS, സെക്രട്ടറിമാരായ ബിജു മുട്ടത്ത്, ബിനു താണിക്കൽ, PRO ജെഫിൻ ജോണി, ലോറൻസ്, സിമി ഫ്രാൻസിസ്, പാലയൂർ മഹാശ്ലീഹ മീഡിയ ടീം എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യകാർമ്മികനായി. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ ഉയിർപ്പിന്റെ സന്ദേശം നൽകി. ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ സഹകാർമ്മികനായി. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ഈശോയുടെ ഉയിർപ്പിന്റെ ജീവനുള്ള ദൃശ്യാവിഷ്കാരം നടത്തി. ഈസ്റ്റർ എഗ് ലക്കി ഡ്രോയിൽ സമ്മാനം നേടിയവർക്ക് വിവിധ കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ളവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൈക്കാരന്മാരായ MV ഷാൻഡോ, TS ജെയ്സൺ, MK ജോൺസൺ, TO ഷൈജു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉയർത്ത് പ്രഖ്യാപനം നടത്തി. പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിക്ക് ചുറ്റും പൊൻവെള്ളി കുരിശുകളേന്തിയും കത്തിച്ച മെഴുകുതിരികളേന്തിയും വിശ്വാസികൾ ഉയർപ്പ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. തുടർന്ന് മദ്ബഹായുടെ 4 ദിക്കുകളിലേക്ക് പള്ളിമണികൾ അടിച്ച് സ്ലീബ ആഘോഷവും അവധുമാലാഖയും നടത്തി. പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഉയിർപ്പ് സന്ദേശവും ഈസ്റ്റർ ആശംസകളും നേർന്നു. സ്ലീബ വണക്കത്തിന് ശേഷം പള്ളിയിലെത്തിയ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം സമാധാനം കൈമാറിയത് ഉയിർപ്പ് പെരുന്നാളിന്റെ സ്നേഹസമ്മാനമായി. നിരവധി വിശ്വാസികൾ ഉയിർപ്പ് ശുശ്രൂഷയിൽ പങ്കെടുത്തു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ഫാദർ വിബിൻഡോ ചിറയത്ത് എന്നിവർ സഹകാർമ്മികരായി. യേശുവിന്റെ ഉയിർപ്പിന്റെ തിരുസ്വരൂപം വഹിച്ച് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം ദേവാലയത്തിലെത്തി. തുടർന്ന് ദിവ്യബലിക്ക് ശേഷം ഉയിർപ്പിന്റെ രൂപം തൊട്ടുവണങ്ങൽ, CLC അംഗങ്ങൾ ഒരുക്കിയ ഈസ്റ്റർ എഗ് വിതരണവും നടന്നു. കൈക്കാരന്മാരായ പോളി KP, സെബി താണിക്കൽ, ബാബു VK, CK ഡേവിസ്, PRO ജോബ് C ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ മുഖ്യ കാർമ്മികനായി. ഡീക്കൻ മെൽവിൻ ചൊവ്വല്ലൂർ സന്ദേശം നൽകി. കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, ജോൺസൺ C തോമസ് എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് CLCയുടെ നേതൃത്വത്തിൽ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരവും ഫ്ലാഷ് മോബും, സെന്റ് തോം യൂത്ത് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നോമ്പ് സമാപനത്തോടനുബന്ധിച്ച് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ശനിയാഴ്ച രാത്രി 11:30 ഉയിർപ്പിന്റെ തിരുകർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു. 12 മണിയോടെ യേശുവിന്റെ തിരുസ്വരൂപം വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി തിരശീല നീക്കി കൈകളിലേന്തി പള്ളിക്ക് മുൻവശത്തേക്ക് പ്രദക്ഷിണം നടത്തി. ഈസ്റ്റർ എഗ് വിതരണവുമുണ്ടായി.
എളവള്ളി സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ പാതിരാ കുർബാനയോടെ ആരംഭിച്ച തിരുകർമ്മങ്ങൾക്കിടെ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരമുണ്ടായിരുന്നു. തുടർന്ന് ഉയിർത്തെഴുന്നേറ്റ യേശുവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവും നടന്നു. വിശ്വാസികൾക്കായി ഈസ്റ്റർ എഗ് വിതരണവുമുണ്ടായി. ഈസ്റ്റർ പാതിരാ കുർബാനയ്ക്ക് ദീപിക റെസിഡൻസ് മാനേജർ ഫാദർ ജിയോ തെക്കിനിയത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, കൈക്കാരന്മാരായ ഇഗ്നേഷ്യസ് തട്ടിൽ, PJ വിൽസൺ, CJ ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ രാത്രി 11:30 തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര നേതൃത്വം നൽകി. തുടർന്ന് യുവജനങ്ങളൊരുക്കിയ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരമുണ്ടായി. തിരുകർമ്മങ്ങളിലും പ്രദക്ഷിണത്തിലും തുടർന്നു നടന്ന സ്നേഹവിരുന്നിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇടവകയിൽ പ്രവർത്തിക്കുന്ന സെന്റ് വിൻസെന്റ് ഡീപോൾ സംഘടനയുടെ സുവർണ ജൂബിലി സ്മരണിക കൺവീനർ ജോഷി മോഹൻ നൽകി ഡയറക്ടർ ഫാദർ സെബി ചിറ്റാട്ടുകര പ്രകാശനം ചെയ്തു. PI ലാസർ, MF നിജോ, സെബു തരകൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങുകൾക്ക് ക്ലേലിയ കോൺവെന്റ് മദർ സിസ്റ്റർ അന്ന കുരുതുകുളങ്ങര, സോജൻ മെലിട്ട്, OJ പ്രിൻസ്, ക്രിസ്റ്റഫർ ജോസഫ്, VV ജോസ്, ബിനറ്റ് മറോക്കി, റീന പ്രകാശ്, സിജി സ്റ്റീഫൻ, സിലജോ സൈമൺ എന്നിവർ നേതൃത്വം നൽകി. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ പുലർച്ചെ 3:30 ഉയിർപ്പ് ശുശ്രൂഷയും തുടർന്ന് വിശുദ്ധ കുർബാനയും അങ്ങാടി ചുറ്റിയുള്ള റാസയും ഉണ്ടായിരുന്നു. ശുശ്രൂഷകൾക്ക് സഭാ മേലാധ്യക്ഷൻ സിറിൽ ബാർ ബെസിലിയോസ് മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മെത്രോപൊലിത്ത ഈസ്റ്റർ സന്ദേശം നൽകി. ഫാദർ വർഗീസ് വാഴപ്പിള്ളി, ഡീക്കൻ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ, ഡീക്കൻ ആരോൺ തോമസ് എന്നിവർ സഹകാർമ്മികരായി. ഇടവക സെക്രട്ടറി ബാബു CV, ട്രഷറർ റെജി കുണ്ടുകുളങ്ങര എന്നിവർ അടങ്ങിയ ഇടവക കമ്മിറ്റി നേതൃത്വം നൽകി. ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഉയർപ്പിന്റെ പ്രാർത്ഥനകൾ, സന്ദേശം, ദിവ്യബലി, ഈസ്റ്റർ എഗ് വിതരണം തുടങ്ങിയവ നടന്നു. ഇടവക പ്രധാന ട്രസ്റ്റി വിനു P സൈമൺ, സിസ്റ്റർ ലിറ്റി ജോസഫ് CSS, സിസ്റ്റർ ഷാരോൺ CSS, വിവിധ സംഘടനാ ഭാരവാഹികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, മറ്റംഗങ്ങൾ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പെരുന്തുരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പുലർച്ചെ കുർബാന, ഉയിർപ്പിന്റെ ശുശ്രൂഷ, പ്രദക്ഷിണം, നേർച്ച വിതരണം എന്നിവയുണ്ടായി. ശുശ്രൂഷകൾക്ക് ഫാദർ പീറ്റർ കാക്കശ്ശേരി കാർമ്മികത്വം വഹിച്ചു. കൈസ്ഥാനി ഗീവർ K സൈമൺ, സെക്രട്ടറി CB റിൻസ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഗീവർഗീസിന്റെയും സെബസ്തിനോസിന്റെയും 107ാമത് സംയുക്ത ഊട്ട് തിരുനാളിന് കൊടിയേറി. പുലർച്ചെ നടന്ന ഈസ്റ്റർ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ഫ്രാൻസിസ് കൂത്തൂർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. വിവിധ യൂണിറ്റുകളിലേക്കുള്ള കൊടികൾ വിതരണം ചെയ്തു. തിരുനാൾ കൺവീനർ ഡെന്നി ഡേവിസ്, ജോയിന്റ് കൺവീനർ ബൈജു പുലിക്കോട്ടിൽ, യൂണിറ്റ് കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ, ഫ്രാൻസിസ് ചൊവ്വല്ലൂർ, ഔസേപ്പ് മണ്ടുമ്പാൽ എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 20, 21, 22 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. തയ്യൂർ നിത്യസഹായ മാതാ ദേവാലയത്തിൽ നിത്യസഹായ മാതാവിന്റെയും അന്തോണീസിന്റെയും സെബസ്തിനോസിന്റെയും സംയുക്ത ഊട്ടുതിരുനാൾ ഏപ്രിൽ 25, 26, 27, 28 തീയതികളിലായി നടക്കും. തിരുനാളിന്റെ കൊടിയേറ്റ കർമ്മം വികാരി ഫാദർ ഗ്രിജോ വിൻസെന്റ് നിർവഹിച്ചു. നിരോധിത ലഹരിക്കും ലഹരി മാഫിയയ്ക്കുമെതിരെ മെയ് 4 അക്കിക്കാവ് കടവല്ലൂർ CPIMന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം കരിക്കാട് സെന്ററിൽ ലഹരിക്കെതിരെ ദീപം തെളിയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗവും CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗവുമായ പത്മം വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PK മുരളി, ഷമീർ, ഷിനോസ് തുടങ്ങിയവർ സംസാരിച്ചു. CPI ചാവക്കാട് ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗം നടന്നു. മുൻ കൃഷി വകുപ്പ് മന്ത്രിയും CPI സംസ്ഥാന കമ്മിറ്റി അംഗവുമായ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. MS സുബിൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, ജില്ലാ കമ്മിറ്റി അംഗം CV ശ്രീനിവാസൻ, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PK രാജേശ്വരൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ IK ഹൈദരാലി, ഗീതാരാജൻ, PT പ്രവീൺ, മണ്ഡലം കമ്മിറ്റി അംഗം AM സതീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. എടക്കഴിയൂർ ഇവാനുൽ ഉലും മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹ്ലറത്തുൽ ബദ്രിയ വാർഷികവും മർഹൂം ഹംസ സഖാഫി അനുസ്മരണവും നടത്തി. മഹല്ല മുദ്രിസ് താജുദ്ദീൻ അസനി ഉദ്ഘാടനം നിർവഹിച്ചു. മഹ്ലറത്തുൽ ബദ്രിയയ്ക്ക് സ്വദർ മുഅല്ലിം നഹാസ് നിസാമി നേതൃത്വം നൽകി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ സയ്യിദ് ഫളൽ തങ്ങൾ പ്രാർത്ഥന നടത്തി. ചെയർമാൻ ഉബൈദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് RV മുഹമ്മദ് കുട്ടി ഹാജി, മദ്രസ സെക്രട്ടറി ബഷീർ മോഡേൺ, ബഷീർ മുസ്ലിയാർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മദ്രസ വനിതാ വിംഗ് ഹുബ്രുസുൽ സംഘത്തിന്റെ വോളണ്ടിയർ പ്രവർത്തനം ശ്രദ്ധേയമായി. മഹല്ല് സെക്രട്ടറി മൊയ്തുട്ടി ഹാജി, മദ്രസ പ്രസിഡന്റ് മാമുട്ടി ഹാജി, എഡ്യൂക്കേഷൻ കമ്മിറ്റി ചെയർമാൻ വീരാൻകുട്ടി പള്ളിപ്പറമ്പിൽ, മദ്രസ അധ്യാപക ചരമം
ഗുരുവായൂർ നന്ദനം വീട്ടിൽ തങ്കനിര്യാതയായി 89 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. കൃഷ്ണൻകുട്ടി ഭർത്താവും സത്യൻ, സന്തോഷ് എന്നിവർ മക്കളുമാണ്. കുന്നംകുളം കാണിയാമ്പാൽ മഹാത്മാഗാന്ധി റോഡിൽ ചുങ്കത്ത് പരേതനായ ഡേവിഡ് ഭാര്യ സൂസി നിര്യാതയായി 74 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ആർത്താറ്റ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. സോളമൻ മകനാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.